നമസ്കാരം. ഇന്ത്യയുടെ മുമ്പിൽ റഷ്യ ഒരു കിടിലൻ ഓഫർ വച്ചിരിക്കുകയാണ്. അവരുടെ ലോങ് റേഞ്ച് എയർ ടു എയർ മിസൈലായ R-37 മിസൈൽ ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള ഒരു ഓഫറാണ് റഷ്യ ഇപ്പോൾ ഇന്ത്യക്ക് മുമ്പിൽ നീട്ടിയിരിക്കുന്നത്. R-37 മിസൈൽ എന്ന് പറയുമ്പോൾ അത് വളരെയധികം പ്രഹരശേഷി കൂടിയ ഒരു മിസൈലാണ്. ഇത്തരത്തിലുള്ള ഒരു മിസൈലൊക്കെ ഇന്ത്യയുടെ കൈവശം വരിക എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമല്ല. കാരണം ഇതേ ശ്രേണിയിൽപ്പെട്ട അമേരിക്കയുടെയും ചൈനയുടെയും ഒക്കെ മിസൈലിനേക്കാൾ മികച്ചതാണ് ഇത് എന്നത് തന്നെയാണ് ഇതിൻ്റെ കാരണം. ഈ മിസൈലിൻ്റെ കൂടുതൽ ഫീച്ചേഴ്സ് അറിയുന്നതിനോടൊപ്പം തന്നെ ഇതേ ശ്രേണിയിൽപ്പെട്ട ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ഒരു മിസൈലിനെ കുറിച്ച് കൂടി നാം അറിയേണ്ടതായി ഉണ്ട്. അത് മറ്റൊന്നുമല്ല, ഗാണ്ഡീവം എന്ന ഓമനപ്പേരിൽ ഈ അടുത്തിടെ വാർത്തകളിൽ നിറഞ്ഞു നിന്ന അസ്ത്ര MK3 എന്ന മിസൈലാണ്. നമുക്ക് ഈ വീഡിയോയിൽ റഷ്യയുടെ R-37നെയും ഇന്ത്യയുടെ അസ്ത്ര MK3യും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഈ രണ്ട് മിസൈലുകളും എയർ ടു എയർ മിസൈലുകളാണ്. അതായത് വിമാനങ്ങളിൽ നിന്നും ഡ്രോണുകളിൽ നിന്നുമൊക്കെ തൊടുത്തുവിട്ട് ശത്രുക്കളുടെ വിമാനങ്ങളെയും ഡ്രോണുകളെയും ഒക്കെ നശിപ്പിക്കുക എന്നതാണ് ഇവയുടെ ലക്ഷ്യം. ഇവ തമ്മിൽ ഒരു താരതമ്യ പഠനം നടത്തിയാൽ നമുക്ക് ആദ്യമേ തന്നെ പറയാൻ കഴിയും റഷ്യൻ മിസൈലാണ് ഇന്ത്യൻ മിസൈലിനേക്കാൾ ഒരല്പം മികച്ചതെന്ന്. അതിൻ്റെ അർത്ഥം നമ്മുടെ മിസൈൽ മോശമാണെന്നൊന്നുമല്ല, റഷ്യൻ മിസൈലിനേക്കാൾ ഒരല്പം താഴെയാണെന്ന് മാത്രം. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു വസ്തുത, ഈ മിസൈൽ നമ്മൾ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തതാണ്. പുരാണത്തിൽ അർജുനന്റെ കൈവശമുള്ള വില്ലാണ് ഗാണ്ഡീവം. ആ പേരാണ് ഈ മിസൈലിനും നൽകിയിരിക്കുന്നത്. 340 കിലോമീറ്ററാണ് ഇതിൻ്റെ പരമാവധി റേഞ്ച്. ഈ ശ്രേണിയിൽ ഉൾപ്പെട്ട അമേരിക്കൻ മിസൈലുകൾക്കോ ചൈനീസ് മിസൈലുകൾക്കോ ഒന്നും തന്നെ ഇത്രയും റേഞ്ച് ഇല്ല. അതുതന്നെയാണ് ഗാണ്ഡീവത്തെ മികവുറ്റതാക്കുന്നതും. എന്നാൽ റഷ്യയുടെ R-37 മിസൈലിന്റെ പരമാവധി റേഞ്ച് 400 കിലോമീറ്ററാണ്. റഷ്യ എന്നത് മിസൈൽ ടെക്നോളജിയുടെ കാര്യത്തിൽ വളരെയേറെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു രാജ്യമാണെന്നുള്ള കാര്യം നാം ഒരിക്കലും വിസ്മരിച്ചുകൂടാ. ഇനിയുള്ളത് സ്പീഡിന്റെ കാര്യമാണ്. നമ്മുടെ മിസൈലിന്റെ പരമാവധി വേഗത എന്ന് പറയുന്നത് 4.5 മാക്കാണ്. അതായത് ശബ്ദത്തിന്റെ 4.5 ഇരട്ടി വേഗത. പക്ഷേ സ്പീഡിന്റെ കാര്യത്തിൽ 2 വെർഷൻ പുറത്തു വരുന്നുണ്ട്. ഔദ്യോഗികമായി പുറത്തുവിട്ട സ്പീഡാണ് 4.5 മാക്ക് എന്നുള്ളത്. അനൗദ്യോഗികമായി പ്രതിരോധ രംഗത്തെ പല വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത് ഇതിൻ്റെ പരമാവധി വേഗത 6 മാക്ക് സ്പീഡിനടുത്ത് വരുമെന്നാണ്. ഇനി നമുക്ക് ഇവ രണ്ടും തമ്മിലുള്ള ഒരു സൈസ് കമ്പാരിസൺ നടത്താം. റഷ്യൻ മിസൈലായ R-37 4.06 മീറ്ററാണ് നീളം. വ്യാസം 38 സെന്റിമീറ്ററും വിങ് സ്പാൻ 72 സെന്റിമീറ്ററുമാണ്. ഇതിൻ്റെ ഭാരം എന്ന് പറയുന്നത് 510 കിലോഗ്രാം ആണ്. 60 കിലോഗ്രാം വരെയുള്ള പോർമുന വഹിക്കാൻ സാധിക്കുന്നു. ഇന്ത്യൻ മിസൈലായ അസ്ത്ര MK3യിലേക്ക് വന്നാൽ നീളം 3.8 മീറ്ററും വ്യാസം 20 സെന്റിമീറ്ററുമാണ്. ഇതിൻ്റെ ഭാരമെന്ന് പറയുന്നത് 220 കിലോഗ്രാം ആണ്. 15 കിലോഗ്രാം വരെയുള്ള സ്ഫോടക വസ്തുക്കളാണ് ഇതിന് വഹിക്കാൻ കഴിയുന്നത്. ശത്രുക്കളുടെ ഏരിയൽ റീഫ്യൂവൽ ടാങ്കറുകളുടെയും അവാക്സിനെയും, അതായത് എയർബോൺ വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റത്തിനെയും ടാക്റ്റിക്കൽ ബോംബേഴ്സിനെയും തകർക്കാൻ ഈ രണ്ട് മിസൈലുകൾക്കും പ്രാപ്തിയുണ്ട്. ഒരേ ശ്രേണിയിൽപ്പെട്ട മിസൈലുകളായതുകൊണ്ട് തന്നെ ഇവയുടെ ഉപയോഗം ഏകദേശം ഒന്ന് തന്നെയാണ്. ഗാണ്ഡീവത്തിൻ്റെ വരവ് തന്നെ ചൈന അടക്കമുള്ള നമ്മുടെ ശത്രുക്കൾ ആകാംക്ഷയോടെയാണ് വീക്ഷിക്കുന്നത്. അതിനു പുറമെയാണ് R-37നെ കുറിച്ച് പുറത്തുവരുന്ന വാർത്തകളും. റഷ്യക്കെതിരെ പാശ്ചാത്യ രാജ്യങ്ങൾ കൊണ്ടുവന്ന ഉപരോധം മറികടക്കാനാണ് ഈ തീരുമാനമെന്നും പറയപ്പെടുന്നുണ്ട്. ഈ കരാറിൽ ഒരു അനുകൂല തീരുമാനമുണ്ടായാൽ അത് നമ്മുടെ ഇന്ത്യക്ക് ഏറെ ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. ബ്രഹ്മോസ് മിസൈലുകൾ കയറ്റി അയക്കുന്നത് പോലെ ഭാവിയിൽ നമുക്ക് R-37 മിസൈലുകളും ചിലപ്പോൾ കയറ്റി അയക്കാൻ കഴിഞ്ഞേക്കും. അങ്ങനെ സംഭവിച്ചാൽ അത് നമ്മുടെ ഡിഫൻസ് എക്സ്പോർട്ടിന് തന്നെ കുതിപ്പേകുന്ന ഒരു തീരുമാനമായിരിക്കും. നമ്മുടെ രാജ്യം ശക്തിപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ജയ് ഹിന്ദ്.